ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്തപ്രശാന്തം ദേവാലയം ശാന്തപ്രശാന്തം ഈ ഭവനം ശാന്തിനികേതനം ദേവാലയം ശാന്തിനികേതനം ഈ സദനം ശാന്തപ്രശാന്തം ദേവാലയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 20-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഒത്തിരി ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് സഭ നമുക്ക് നൽകുന്നത്. കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രംഗമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. ഇന്നത്തെ സുവിശേഷത്തിൽ കാനാൻകാരി സ്ത്രീ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എല്ലാ ബലികളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് കർത്താവേ, കനിയണമേ എന്ന്. ദൈവത്തിൻ്റെ അത്ഭുതമായ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി വരണമെന്ന് കാനാൻകാരി സ്ത്രീയുടെ അതിയായ ആഗ്രഹമാണ് ഇവിടെ നമ്മൾ കാണുക. അങ്ങനെ ഈശോ പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ഈശോ അവളോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ എന്ന്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഉയർന്നു നിൽക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ ഞാൻ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഞാൻ പോകുന്ന ഇടങ്ങളിൽ എല്ലാം നിന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെയൊക്കെ നിൻ്റെ അദൃശ്യമായ ചൈതന്യത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തോടുകൂടെ പരിശുദ്ധമായ ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ
ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, ആദരമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം പാദത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ അങ്ങയെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു,
ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസനായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെയും ഇടയിൽ അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഭൂമി മുഴുവനെയും അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയെ സ്തുതിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാക്കുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിയും ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗനേസറത്ത് നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു,
ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സോറൻ കീർക്കഗാർഡിൻ്റെ ഒരു ലളിതമായ കഥ ഇപ്രകാരമാണ്. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുന്ന കുറേ താറാവുകളുടെ ഒരു കഥയാണ് സോറൻ കീർക്കഗാർഡ് പറയുക. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ഒരു കൂട്ടം താറാവുകൾ ഒരുമിച്ച് കൂടും. ഈ താറാവുകൾ ആരാധനയ്ക്കിടയ്ക്ക് പ്രസംഗമുണ്ട്. ഈ ഞായറാഴ്ച പ്രസംഗം കേട്ടുകൊണ്ട് താറാവുകൾ ഇങ്ങനെ പോവുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഒരു പ്രസംഗം തന്നെയാണ് പറയപ്പെടുക. പ്രസംഗത്തിലെ ലളിതമായ തീം എന്ന് പറയുന്നത് ഇതാണ്: പറക്കണം, ലക്ഷ്യം തെറ്റാതെ പറന്ന് പറന്ന് ലക്ഷ്യത്തിലേക്ക് ഉയരണം. പക്ഷേ പ്രസംഗം കഴിയും. പ്രസംഗത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ നിന്ന് വിട്ട് അവർ തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പ്രസംഗം മറന്നു പോവുക, തങ്ങളുടെ ലക്ഷ്യം മറന്നു പോവുക. അങ്ങനെ ഈ പറക്കാനുള്ള ലക്ഷ്യത്തെക്കുറിച്ചും പറന്ന് ആകാശങ്ങൾ ചേക്കേറണമെന്നുള്ള പ്രസംഗത്തിൻ്റെ വിഷയത്തെക്കുറിച്ചും അവർ മറന്നുപോയി. പിന്നീട് അവർ തിന്നു കുടിച്ച് കൊഴുത്ത് ഭൂമിയിൽ ജീവിക്കുകയാണ്. അങ്ങനെ സുഖത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് കുറേ കുഞ്ഞു താറാവുകൾ വീണ്ടും വരിക. കുഞ്ഞു താറാവുകളാകുമ്പോൾ കുഞ്ഞു താറാവുകൾ പറന്നുയരുവാനും ചിറകടിച്ചുയരുവാനും വേണ്ടി വീണ്ടും കൊതിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഈ പഴയ മുഖ്യ താറാവുകൾ പറയും, നിങ്ങൾ ചിറകടിച്ചുയരണ്ട, നിങ്ങൾ പ്രസംഗം കേട്ടിട്ട് ആ പ്രസംഗം നിങ്ങൾ അധികം ധ്യാനിക്കുകയൊന്നും വേണ്ട, തിന്നു കുടിച്ച് കൊഴുത്ത് നിങ്ങൾ ജീവിക്കുക എന്ന്. അങ്ങനെ കുഞ്ഞു താറാവുകളും ഈ മുഖ്യ താറാവുകൾ പറയുന്നത് പോലെ പിന്നീട് അവർ തിന്നു കുടിച്ച് കൊഴുത്ത് ജീവിക്കുകയാണ്. പിന്നീട് അവർ ആകാശങ്ങളിലെ ലക്ഷ്യമാക്കി ചിറകടിച്ചുയരുന്നത് വിസ്മരിപ്പിച്ച് പോവുകയാണ്. അങ്ങനെ തങ്ങൾക്ക് ചിറകുകൾ ലഭിച്ചത് പറക്കാനാണ് എന്ന് പോലും അവർ മറന്നു പോവുകയാണ്. എവിടെയാണ് തെറ്റിപ്പോകുന്നത്? ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്, ആർക്കാണ് രക്ഷ പകർന്ന് കിട്ടുക എന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ എടുക്കുമ്പോൾ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു തർക്കമാണ് നടക്കുക. അവിടെയാണ് ഈശോ കാനാൻകാരി സ്ത്രീയുടെ ഈ സംഭവം വിവരിച്ച് കേൾക്കുക. ആരാണ് കാനാൻകാരി സ്ത്രീ? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വന്നു നിൽക്കുന്ന സ്ഥലം ടൈർ, സീദോൻ പ്രദേശങ്ങളാണ്. വിജാതിയർ ജീവിക്കുന്ന ഒരിടമാണ് ടൈർ, സീദോൻ എന്ന പ്രദേശം. അവിടെയാണ് ഈശോ കാനാൻകാരിയെ കണ്ടുമുട്ടുക. കാനാൻകാരി വന്നിട്ട് ഈശോയോട് പറയുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകള് പിശാചു ബാധിച്ചിരിക്കുകയാണ്. സർവശക്തനായ ദൈവമാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ വിജാതീയ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഈശോയും തൻ്റെ ശിഷ്യന്മാരും ഇവളോട് നിഷേധാത്മക ഒരു മനോഭാവം വെച്ച് പുലർത്തുകയാണ്. ഈശോ അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവളെ മാറ്റുവാൻ വേണ്ടി ശിഷ്യന്മാർ പറയുമ്പോഴും ഈശോയും ആ നിഷേധാത്മക മനോഭാവത്തിൽ ആയിരിക്കുകയാണ്. പക്ഷേ അവൾ ഈശോയെ വിട്ടുകൊടുക്കുന്നില്ല. ഈശോയോട് വീണ്ടും അപേക്ഷിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്. ഈ കാനാൻകാരി സ്ത്രീ പറയുന്നുണ്ട്, ഈശോയ്ക്ക് സാധിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈശോ പറയുന്നത്,
ഇസ്രായേൽ ജനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടത്. മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ അവതാരം എന്ന് പറയുക നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെ, രക്ഷാകര പദ്ധതിയിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുക. ആ ജനത്തിൻ്റെ രക്ഷ ലക്ഷ്യം വെക്കുമ്പോഴാണ് ഈശോയുടെ അടുത്ത് വന്ന് കാനാൻകാരി സ്ത്രീ പറയുന്നത്, ഈശോയെ ഞങ്ങളെയും കൂടെ രക്ഷിക്കണമേ. അവിടെയാണ് ഈശോ പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്നത്. ആരാണ് ഈ മക്കൾ, ആരാണ് ഈ നായ്ക്കൾ? മക്കൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് പറയുന്ന, ദൈവം നയിച്ച ഇസ്രായേൽ ജനമാണ് മക്കൾ എന്ന് പറയുക. നായ്ക്കൾ എന്ന് പറയുമ്പോൾ വിജാതീയരായ ജനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്കിൽ നായ്ക്കൾ എന്ന് പറയുന്ന നിസ്സഹായരായ മനുഷ്യരെ, നിസ്സഹായരായ മൃഗങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഗ്രീക്കിൽ പറയുക. അങ്ങനെ നിസ്സഹായരായ വിജാതീയർ. അപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത്, മക്കളുടെ അപ്പം എടുത്തു തരണമെന്നല്ല, അതിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണമെങ്കിലും, രക്ഷയുടെ ഒരു പങ്കെങ്കിലും ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ സ്ത്രീ ഈശോയോട് പറയുക. അവിടെയാണ് ഈശോ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന അവളുടെ വിശ്വാസം കാണുക. അവിടെയാണ് ഈശോ പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഏശയ്യാ പ്രവാചകന്റെ 1-ാം വായന. ഏശയ്യാ പ്രവാചകന്റെ വായന വരുന്നത് 56-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, 6-7 ഒക്കെ വാക്യങ്ങൾ അതിൽ വരിക. ഈ ഏശയ്യാ പ്രവാചകന്റെ 56-ാം അധ്യായം എന്ന് പറയുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ ഏശയെ 3ആയിട്ട് തിരിക്കാം. അതിൽ 3-ാമത്തെ ഭാഗത്തിലാണ്, ഏശയുടെ 3-ാമത്തെ ഭാഗത്തിലാണ് ഈ 56-ാം അധ്യായം വരിക. ഈ 56-ാം അധ്യായത്തിൽ BC 5-ാം നൂറ്റാണ്ടിൻ്റെ സംഭവമാണ് കൃത്യമായിട്ട് വിവരിക്കുക. അതായത് വിപ്രവാസത്തിന് ശേഷം, ബാബിലോണിയൻ വിപ്രവാസത്തിന് ശേഷം ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കപ്പെടുകയാണ്. ജെറുസലേം ദേവാലയം വീണ്ടും പണിതുയർത്തുമ്പോൾ ആ ദേവാലയത്തിൽ ആർക്ക് ബലിയർപ്പിക്കുവാൻ സാധിക്കും? തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മാത്രമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, സമരിയക്കാർ അതുപോലെ തന്നെ വിജാതീയർക്ക് ബലിയർപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന രീതിയിലാണ് ഏശയ്യാ പ്രവാചകന്റെ 56-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക. അവിടെയാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുക, എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സുവിശേഷവും 1-ാം വായനയും കൃത്യമായിട്ട് പങ്കുവെക്കുന്ന കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്, രക്ഷ എന്നത് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല, ഒരു ജനത്തിന് മാത്രമല്ല, ഒരു സമൂഹത്തിന് മാത്രമല്ല, ഒരു രാജ്യത്തിന് മാത്രമല്ല, അത് എല്ലാവർക്കുമാണ്. സാർവത്രികമാണ് രക്ഷ എന്ന് ഈശോ കൃത്യമായിട്ട് പ്രസ്താവിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളുടെ മുന്നിലേക്ക് വെക്കുക, രക്ഷ എല്ലാവർക്കും കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ബലിയർപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിനോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭക്തികൃത്യങ്ങളൊക്കെ സ്വർഗത്തിൽ ലക്ഷ്യം വെക്കുന്നു. പക്ഷേ ഒന്ന് ഹൃദയത്തോട് ഹൃദയം വെച്ച് ചോദിക്കുക, എൻ്റെ ബലിയർപ്പണമൊക്കെ സ്വർഗത്തിൽ എടുക്കുന്നതാണോ എന്ന്. നമ്മളൊക്കെ പലപ്പോഴും അഹങ്കരിച്ചു പോകാറുണ്ട്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തീയ ജനതയെന്ന്. നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായിട്ട് ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ അഹങ്കാരത്തിൻ്റെ ആലയത്തിലേക്ക് ചേക്കേറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടോ അഹങ്കരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ ക്രിസ്തുവിനുള്ള ബന്ധത്തിലൂടെയുമായിട്ട് കാനാൻകാരി സ്ത്രീ രക്ഷ സ്വന്തമാക്കിയതുപോലെ നമ്മളൊക്കെ കൊതിക്കുന്ന, നമുക്കൊക്കെ സ്വന്തമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന രക്ഷ ഒരുപക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തവർ അടിച്ചു കൊണ്ടുപോയാലോ മോഷ്ടിച്ചു കൊണ്ടുപോയാലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈശോ പറയുക, നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ വിശ്വാസവും നമുക്ക് വേണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ തുടങ്ങുന്ന ഇപ്രകാരമാണ്, പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ്.
പാരമ്പര്യം കൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയുന്ന ജനത്തിൻ്റെ മുമ്പിലേക്കാണ് ഈ കാനാൻകാരിയുടെ സ്ത്രീയുടെ വിശ്വാസം ഈശോ അവതരിക്കപ്പെടുക. അതുപോലെ തന്നെ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾക്ക് പാരമ്പര്യമുണ്ട്, നമ്മുടെ ജീവിതം മാതാപിതാക്കൾ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ ഇതൊന്നും അഹങ്കരിച്ച് ചെല്ലേണ്ട ആവശ്യമില്ല, മറിച്ച് നിരന്തരമായ പ്രാർത്ഥനയാണ്. എൻ്റെ സുഖത്തിൻ്റെ മേഖലകളിൽ ഞാൻ ദൈവത്തെ മറന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും ദുഃഖങ്ങളും സങ്കടങ്ങളും അപകടങ്ങളും കടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തെ ഒരിക്കലും ഒരു എമർജൻസി നമ്പറായിട്ട് ചുരുക്കിക്കളയരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 29 അധ്യായം 33 വാക്യത്തിൽ പ്രകാരം പറയും, അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയർ ബഹുമതി നേടും. നമ്മളൊക്കെ അഹങ്കരിക്കാതെ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ചിറകടിച്ചുയരുവാനുള്ളവരാണ്. പലപ്പോഴും ഭൂമിയിൽ നമുക്ക് നൽകുന്ന സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ തിന്നുകുടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ക്രിസ്ത്യാനി എന്നൊരു ചിറകുണ്ട്. അത് ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടിയും ചിറകടിച്ചുയർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ആകാശങ്ങളിലെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ്. അവിടെയാണ് കാനാൻകാരി സ്ത്രീയെ പോലെ വിനീതനായി ലളിതമായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. അവിടെയാണ് ക്രിസ്തു നമ്മളോട് നോക്കിയിട്ട് പറയുന്നത്, മകനെ മകളെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട്, എൻ്റെ വിശ്വാസം കേട്ടിട്ട് എൻ്റെ ഈശോ പറയുമോ, മകനെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തോടെ അത് നടക്കുമെന്ന് ഹൃദയത്തോട് ചേർന്ന് പിടിച്ചുകൊണ്ട് പറയുവാൻ സാധിക്കുമോ? ഈ ബലിയർപ്പിക്കുമ്പോൾ പോലും എനിക്ക് പോലും ഒരു ശങ്കയുണ്ട്. അതായത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞത് നടക്കുമോ എന്ന്. ഈശോ പറയുക അതാണ്, കാനാൻകാരിയ സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ ഉറച്ച വിശ്വാസത്തോടെ ഈ മഹാമാരിയുടെ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഉറച്ച സ്വരത്തോടുകൂടെ നമ്മുടെ വിശ്വാസം ഏറ്റുപ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്നതിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയെ കനിവാർന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് നമ്മളെ എല്ലാവരെയും അവിടത്തേക്ക് സ്വീകാര്യമായ ബലിവസ്തുക്കളായി സ്വീകരിക്കാൻ കനിയണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനുമുള്ള ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ഇടയിൽ കനിവാർന്ന ഹൃദയൈക്യം നിലനിർത്തുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും അതിരൂപതാധ്യക്ഷനായ ജോസഫ് പിതാവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സേവനത്തിന് ബലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനതകൾക്ക് വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളുമൊക്കെ ഈ സമയം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മഴക്കാലക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. അതുപോലെ തന്നെ മഹാമാരിയിൽ കൊണ്ട് വേദനിക്കുന്ന എല്ലാ ജനങ്ങളെയും സമർപ്പിക്കാം. രോഗികളായി കിടക്കുന്നവരെ, വേദനിക്കുന്നവരെ എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിമധ്യേ പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകും കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചോടി ആശീർവദിക്കൂ തമ്പുരാനേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസമുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ്വ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവർത്തികളാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ
ആഘോഷത്തോടുകൂടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാവും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായി ഉടമ്പടിയുടെ പാനപാത്രമാവും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധരായും ദൈവോപദേശത്താൽ രൂപവൽക്കരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തു അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടുകൂടെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് മാറട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരുവാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുവാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.